ഞങ്ങൾ തിരുവനന്തപുരംകാർ കൊഞ്ചുപൊടി എന്ന് വിളിക്കണം. കൊഞ്ചിൻ്റെ ചെറിയ മീനില്ലേ, ചെമ്മീനിൻ്റെ ചെറുത്, അതുകൊണ്ട് നല്ലൊരു ചമ്മന്തി, വറുത്തരച്ച ചമ്മന്തിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ചമ്മന്തിക്കെന്നും പറഞ്ഞുകൊണ്ട് മണ്ണില്ലാത്ത കൊഞ്ച് നോക്കി വാങ്ങിക്കണം കേട്ടോ. ചമ്മന്തിക്കെന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല വൃത്തിയുള്ള കൊഞ്ച് തരുവേ. അതാവുമ്പോൾ കഴുകണ്ട, പകരം ഒന്ന് വറുത്തെടുത്താൽ മതിയേ. പണ്ടൊക്കെ ആണെങ്കിൽ ഈ കൊഞ്ചുപൊടി വാങ്ങിക്കുമ്പോൾ അത് നിറച്ച് മണ്ണായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ളതൊക്കെ അവർ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരണോണ്ട് അതിൽ മണ്ണ് തീരെ ഇല്ലായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ അതിനൊന്ന് മൂപ്പിച്ച് വറുത്തെടുക്കണം, കരിയാതെ വറുത്തെടുക്കണം കേട്ടോ. ചമ്മന്തിക്കുള്ള കൊഞ്ചുപൊടി സാധാരണ കഴുകാറില്ല, അതുകൊണ്ടാണ് ചമ്മന്തിക്ക് നമ്മൾ പ്രത്യേകം ചോദിച്ച് വാങ്ങിക്കണത്. ഇത് മൂത്ത് വരുമ്പോൾ ഒരു നല്ല മണം വരും കേട്ടോ, അതാണ് അതിൻ്റെ പരുവം. നമ്മളിങ്ങനെ കയ്യിലൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഒന്ന് തിരുതരാന്നൊന്ന് പൊടിഞ്ഞു വരണം. ആ ഒരു പരുവാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ പറഞ്ഞത്, ആ ഒരു മണമാണ് അതിൻ്റെ പാകം. എന്നിട്ട് കയ്യിൽ വെച്ചൊന്ന് തിരുമ്മി നോക്കുമ്പോൾ പൊരി പോലെ നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടേ, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ നമ്മുടെ കൊഞ്ചുപൊടി വറുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കളറ് മാറിയിട്ടുണ്ട്. അത് നമുക്ക് മുറത്തിലോട്ടിട്ട് ഇതുപോലെ തിരുമ്മി എടുക്കണം. ഇത് മണ്ണൊന്നും ഇല്ലാത്തതായതുകൊണ്ട് എളുപ്പമായിരുന്നു കേട്ടോ തിരുമ്മി എടുക്കാനായിട്ട്. മണ്ണൊന്നും ഇല്ലായിരുന്നു. ഇതേപോലെ ഇങ്ങനെ തിരുമ്മി എടുത്ത് മാറ്റി വയ്ക്കണം. ചെറുതായിട്ടേ തിരുമാവേ, വലിയ ബലമൊന്നും കൊടുക്കണ്ട. ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ തിരുമ്മി എടുത്താൽ മതിയേ. മണ്ണ വല്ലതും ഉണ്ടെങ്കിൽ പോകാനാണേ, പക്ഷേ ഇതിനകത്ത് മണ്ണൊന്നും ഇല്ലായിരുന്നു. ഇതാ മൊത്തം ഞാൻ ഇതുപോലെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇത് അവസാന ഘട്ടമായേ. ഇത്രയും തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ മണ്ണൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവസാനം കുറച്ച് പൊടി വന്നതേ ഉള്ളൂ മിച്ചമായിട്ട്. എന്ന് വെച്ചാൽ കൊഞ്ചുപൊടി പൊടിഞ്ഞെടുക്കൂലേ, അതുപോലെ ഇത്രയും കൊഞ്ചുപൊടി കിട്ടി. ഇത്രയാണ് മിച്ചം വന്നത്. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനെ എന്നിട്ട് ഒന്ന് വഴറ്റണം. അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലിയതും അല്ല, ഒരുപാട് ചെറുതും അല്ല, ഒരു മീഡിയം വലുപ്പത്തിലുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് ചിരകി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകരുത്. ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കൊഞ്ചുപൊടിയിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കി വേണം ചേർക്കാൻ. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. തേങ്ങ ഇതുപോലെ വഴറ്റി കൊടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണേ. ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ, കാരണം കൊഞ്ചുപൊടിയിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ശകലം ഉപ്പിട്ടാൽ മതിയേ. പിന്നെ ചമ്മന്തി അരയ്ക്കാൻ നേരത്ത് ഉപ്പിലേക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റണേ. പിന്നെ ഇതിൽ ചേർക്കണ കൊഞ്ചുപൊടിയുടെ അളവെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ കൊഞ്ചുപൊടി തൂക്കിയല്ല തരണത്, പകരം 50 രൂപയ്ക്ക് ചോദിച്ചാൽ ഒരളവിൽ അവർ തരും. അത്രയും അളവിനാണ് ഞാൻ ഈ ഒരു തേങ്ങ എടുത്തത് കേട്ടോ. തേങ്ങ വഴണ്ടി വരുമ്പോൾ ഈ ഒരു ബ്രൗൺ നിറമാകുവേ. കരിഞ്ഞു പോകാതെ വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു ഇളം ബ്രൗൺ നിറമാകുമ്പോൾ തന്നെ അതിനുള്ള പാകമായി. തേങ്ങ ഒന്ന് വഴണ്ടി വന്ന് ഇനി അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചുപൊടിയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. തേങ്ങ വറുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം തേങ്ങ വറുക്കാനേ, കരിഞ്ഞു പോകാതെ. ഇതുപോലെ കൊഞ്ചുപൊടി തട്ടുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തട്ടാനായിട്ട്. നേരത്തെ വറുത്തെടുത്തതാണ് കൊഞ്ചുപൊടി, അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കൊഞ്ചുപൊടി തട്ടിക്കൊടുക്കാൻ. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളിയാണ് ഏട്ട എടുക്കുന്നത്. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഏട്ട എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് 2 സ്പൂൺ മുളക് പൊടിയാണേ. എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 2 സ്പൂണേ എടുത്തിട്ടുള്ളൂ. ഇനി അതിനെയും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചട്ടിയിലെ ചൂടിൽ എല്ലാത്തിനെയും നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് അതൊക്കെ ഒന്ന് തണുത്ത് കിട്ടുമ്പോൾ ഇതിനെ പൊടിച്ചെടുക്കാമേ. ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയിലോട്ട് ആക്കി കൊടുക്കുവാണേ. അപ്പോഴേ ഇത് കഞ്ഞീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിപ്പൊടി. ഞങ്ങൾ ദോശയുടെ കൂടെയൊക്കെ കഴിക്കേ, ചപ്പാത്തി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കും കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് പൊടിച്ചെടുക്കാമേ. ഒരുപാട് അരഞ്ഞു പോകരുത്. ഒരു പൾസ് മോഡിലിട്ട് 2 പ്രാവശ്യം കറക്കിയെടുത്താൽ മതിയേ. അപ്പോഴേനെ പൊടിഞ്ഞു കിട്ടും. ചെറിയൊരു തരയിരിപ്പോട് ഉണ്ടെങ്കിലേ ആ ചമ്മന്തി പൊടിക്ക് ടേസ്റ്റ് ഉള്ളൂ. അങ്ങനെ പൊടിച്ചുകൊണ്ട് വന്നേ കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രമേ ചമ്മന്തി പൊടിച്ചെടുക്കാവൂ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ കൊടുക്കണേ. ആദ്യത്തെ സ്റ്റെപ്പ് പൊടിച്ചെടുത്തേ. ഇനി രണ്ടാമതും അതുപോലെ പൊടിച്ചെടുക്കാം. ഈ ചമ്മന്തിപ്പൊടി ഒരു നല്ലൊരു കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിച്ചാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം കേട്ടോ. 2 ദിവസമൊക്കെ പുറത്ത് വെച്ചിരുന്നാൽ മതി.
ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണേ. കാരണം ഇത് മീനല്ലേ കൊഞ്ചുപൊടി, അപ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും ഒരുപാട് ദിവസം പുറത്തിരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഫ്രിഡ്ജിലാകുമ്പോൾ ആ സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.